ഗാസ കീഴടക്കാൻ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹു പദ്ധതിയിടുന്നുവെന്ന് റിപ്പോർട്ടുകളോട് പ്രതികരിക്കാൻ തയ്യാറാകാതെ യു.എസ്. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഗാസയിലെ ജനങ്ങൾക്ക് ഭക്ഷണമെത്തിക്കുന്നതിലാണ് ശ്രദ്ധയെന്നും മറ്റു കാര്യങ്ങളെക്കുറിച്ച് തനിക്ക് ഒന്നും പറയാനാവില്ലെന്നുമായിരുന്നു ട്രംപിന്റെ പ്രതികരണം. ഇസ്രായേലും അറബ് രാജ്യങ്ങളും ഗാസയിൽ ഭക്ഷണവും അവശ്യ സാമഗ്രികളും സാമ്പത്തിക സഹായവും എത്തിക്കുമെന്ന് ട്രംപ് പറഞ്ഞു. ഗാസ യു.എസ്. ഏറ്റെടുക്കുമെന്ന് ഏതാനും മാസങ്ങൾക്ക് മുൻപ് ട്രംപ് നടത്തിയ പ്രഖ്യാപനം കടുത്ത പ്രതിഷേധത്തിനിടയാക്കിയിരുന്നു. ഗാസ കീഴടക്കാൻ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹു പദ്ധതിയിടുന്നതായി ചൊവ്വാഴ്ച ചേർന്ന ഉന്നത സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ യോഗത്തെ ഉദ്ധരിച്ച് റോയിറ്റേഴ്സ് റിപ്പോർട്ട് ചെയ്തിരുന്നു. ബെന്യാമിൻ നെതന്യാഹു, പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കട്സ്, മന്ത്രി റോൺ ഡെർമർ, സേനാ മേധാവി ലഫ് ജനറൽ ഇയാൽ സമീർ എന്നിവർ 3 മണിക്കൂർ ചർച്ച നടത്തിയെന്നും വ്യാഴാഴ്ച പ്രാദേശിക സമയം വൈകിട്ട് 6-ന് ക്യാബിനറ്റ് ചേരുമെന്നും റിപ്പോർട്ടുകളുണ്ട്. വെടിനിർത്തൽ നടപ്പാക്കാൻ രാജ്യാന്തര തലത്തിൽ സമ്മർദ്ദം ശക്തമാകുന്നതിനിടയിലാണ് നെതന്യാഹുവിന്റെ നീക്കം. തൊഴിൽ കരാർ കാലാവധി കഴിഞ്ഞതിനെ തുടർന്ന് യമനിൽ കുടുങ്ങിയ മലയാളി കുടുംബത്തിന് ഉടൻ നാട്ടിലേക്ക് മടങ്ങാം. തെക്കൻ യമനിലെ ഏദനിൽ സർക്കാർ നിയന്ത്രണത്തിലുള്ള സ്വകാര്യ ആശുപത്രിയിൽ ജോലി ചെയ്തിരുന്ന ഇടുക്കി സ്വദേശിനി അഞ്ജനയും ഭർത്താവും കുഞ്ഞുമാണ് നാട്ടിലേക്ക് മടങ്ങാനാതെ പ്രതിസന്ധിയിലായത്. യമനിൽ ഇന്ത്യൻ എംബസി ഇല്ലാത്തതിനാൽ കഴിഞ്ഞ വർഷം ഓഗസ്റ്റിൽ ജനിച്ച മകന് പാസ്പോർട്ട് എടുക്കാൻ കഴിഞ്ഞിരുന്നില്ല. സാമൂഹിക പ്രവർത്തകരുടെ ഇടപെടലിൽ റിയാദ് ഇന്ത്യൻ എംബസിയാണ് എമർജൻസി പാസ് അനുവദിച്ചത്. കോൺസുലർ സേവനങ്ങൾക്കായി സനായിൽ തുറന്ന താൽക്കാലിക കേന്ദ്രവും പിന്നീട് അടച്ചു. അസം സിൽച്ചാറിൽ ഗൈനക്കോളജിസ്റ്റായി 10 വർഷത്തിലേറെ ജോലി ചെയ്ത് വ്യാജ ഡോക്ടർ പിടിയിൽ. ശുഭൂമി സ്വദേശിയായ പുലോക് മലക്കാർ എന്നയാളെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. മതിയായ മെഡിക്കൽ യോഗ്യതകളൊന്നുമില്ലാത്ത ഇയാൾ ഇക്കാലത്തിനിടയ്ക്ക് നടത്തിയത് 50-ലധികം സിസേറിയനുകളും ഗൈനക്കോളജിക്കൽ ശസ്ത്രക്രിയകളുമാണെന്ന് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. സിൽച്ചാറിലെ 2 സ്വകാര്യ ആശുപത്രികളിൽ ഗൈനക്കോളജിസ്റ്റായി പ്രവർത്തിച്ചു വരികയായിരുന്നു പുലോക്. ഈ പ്രദേശത്തെ അറിയപ്പെടുന്ന ഡോക്ടറുമായിരുന്നു ഇയാൾ. പുലോക് വ്യാജനാണെന്ന രഹസ്യവിവരത്തിനെ തുടർന്നുള്ള അന്വേഷണമാണ് അറസ്റ്റിലേക്ക് നയിച്ചത്. ഇയാൾ സിൽച്ചാറിലെ ഷിപ് സുന്ദരി നാരി ശിക്ഷാ സേവ ആശ്രമ ആശുപത്രിയിലെ ഓപ്പറേഷൻ തിയേറ്ററിൽ സിസേറിയൻ നടത്തുന്നതിനിടെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തതെന്ന് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. അന്വേഷണത്തിൽ പുലോക്കിന്റെ സർട്ടിഫിക്കറ്റുകൾ വ്യാജമാണെന്ന് പോലീസ് പറഞ്ഞു. കോടതിയിൽ ഹാജരാക്കിയ പുലോക് മലക്കാരനെ 5 ദിവസത്തേക്ക് പോലീസ് കസ്റ്റഡിയിൽ വിട്ടിരിക്കുകയാണ്. പൊതുജന തടസ്സപ്പെടുത്തി റീൽ ചിത്രീകരിച്ച സംഭവത്തിൽ കേസ്. സെക്ടർ 108-ന് സമീപത്തുള്ള റോഡിൽ 22 ആഡംബര കാറുകളുമായി എത്തിയാണ് ഒരു സംഘം റീൽ ചിത്രീകരിച്ചത്. വലിയ ശബ്ദത്തിൽ ഹോൺ മുഴക്കുകയും 7 മിനിറ്റിനധികം സമയം ഗതാഗതം സ്തംഭിപ്പിക്കുകയും ചെയ്തു. ഇതിനു പിന്നാലെയാണ് പോലീസ് കേസെടുത്തത്. 4 കോടിയോളം വിലയുള്ള ആഡംബര കാറുകൾ നിരത്തി നിർത്തിയായിരുന്നു സംഘത്തിന്റെ വീഡിയോ ചിത്രീകരണം. സംഭവത്തിൽ പ്രദേശവാസികൾ ശക്തമായി പ്രതിഷേധിച്ചു. പിന്നാലെ ഇവർ വാഹനങ്ങൾ എടുത്തുമാറ്റി ഗതാഗത തടസ്സം നീക്കി. സംഭവം ശ്രദ്ധയിൽപ്പെട്ട പോലീസ് കേസെടുക്കുകയും കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും അറിയിച്ചു. വീഡിയോ ചിത്രീകരണത്തിനായി ഉപയോഗിച്ച 22 വാഹനങ്ങളും പിടിച്ചെടുക്കുമെന്ന് പോലീസ് വ്യക്തമാക്കി. പൊതുജന ജീവിതത്തിന് തടസ്സമുണ്ടാക്കുന്ന ഇത്തരം പ്രവൃത്തികൾ തമാശയായി കണക്കാക്കാനാവില്ലെന്നും അതൊരു കുറ്റകൃത്യമാണെന്ന് തിരിച്ചറിയുന്ന തരത്തിൽ മാതൃകാപരമായ നടപടിയെടുക്കുമെന്നും പോലീസ് പറഞ്ഞു. കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ട് ലിമിറ്റഡ് പബ്ലിക് അതോറിറ്റിയാണെന്നും വിവരാവകാശ നിയമത്തിന്റെ പരിധിയിൽ വരുമെന്നുമുള്ള സിംഗിൾ ബെഞ്ച് ഉത്തരവിനെ ശരിവച്ച് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച്. സിംഗിൾ ബെഞ്ച് ഉത്തരവിനെതിരായ സിയാലിന്റെ ഹർജി തള്ളിക്കൊണ്ടാണ് ജസ്റ്റിസുമാരായ ശുശ്രുത അരവിന്ദ് ധർമാധികാരിയും VM ശ്യാംകുമാർ എന്നിവരുടെ ഉത്തരവ്. പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറെ നിയമിക്കുന്നതടക്കം വിവരാവകാശ നിയമപ്രകാരമുള്ള നടപടിക്രമങ്ങൾ 15 ദിവസത്തിനകം പൂർത്തിയാക്കണമെന്നും സമയപരിധി നീട്ടാനുള്ള ഒരപേക്ഷയും പരിഗണിക്കില്ലെന്നും ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കി. ബോർഡ് ഡയറക്ടേഴ്സിന്റെ അനുമതിയില്ലാതെയാണ് ഹർജി നൽകിയതെന്ന് ചൂണ്ടിക്കാട്ടി സിയാലിന് കോടതി 1 ലക്ഷം രൂപ പിഴയും ചുമത്തി. ബോർഡ് മീറ്റിംഗിന്റെ മിനിറ്റ്സ് നൽകണമെന്ന വിവരാവകാശ കമ്മീഷൻ 2019 ജൂൺ 20-ന് പുറപ്പെടുവിച്ച ഉത്തരവ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് സിയാൽ നൽകിയ ഹർജി തള്ളിക്കൊണ്ടായിരുന്നു സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവ്. ഇതാണ് ഇന്ന് ഡിവിഷൻ ബെഞ്ച് ശരിവച്ചിരിക്കുന്നത്. കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ട് സൊസൈറ്റിയും പിന്നീട് സിയാലുമാകുന്നതിനു മുൻപ് തന്നെ കേരള സർക്കാരും അതിന്റെ അനുബന്ധ സ്ഥാപനങ്ങളും കേന്ദ്ര സർക്കാരും കാര്യമായ ധനസഹായം ചെയ്തിട്ടുണ്ടെന്നും അതുകൊണ്ട് തന്നെ സിയാൽ പബ്ലിക് അതോറിറ്റിയാണെന്നും അതിനാൽ RTI നിയമവ്യവസ്ഥകൾക്ക് വിധേയമാണെന്നും കോടതി ഉത്തരവിൽ പറയുന്നു. സിയാലിന്റെ ഡയറക്ടർ ബോർഡിലെ 11 പേരിൽ 6 പേർ എക്സ് ഒഫീഷ്യോയ്ക്ക് സർക്കാർ അംഗങ്ങളാണെന്നും കോടതി ചൂണ്ടിക്കാട്ടി. അതുകൊണ്ട് തന്നെ സിയാലിന്റെ നടത്തിപ്പിൽ സർക്കാരിന് കൃത്യമായ പങ്കുണ്ടെന്നും കോടതി പറഞ്ഞു.
കേരള സർക്കാർ സിയാലിൽ നിക്ഷേപകരല്ലെന്നും ഓഹരി ഉടമകളെന്ന നിലയിൽ ലാഭവിഹിതം സ്വീകരിക്കുന്നവർ മാത്രമാണെന്നുമാണ് വാദവും കോടതി തള്ളി. വിവിധ സമയങ്ങളിൽ സിയാൽ ധനസഹായം സ്വീകരിച്ചിട്ടുള്ളതിന്റെ കാര്യങ്ങളും കോടതി ചൂണ്ടിക്കാട്ടി. കേരള സർക്കാരിനും അതിന്റെ കീഴിലുള്ള സ്ഥാപനങ്ങൾക്കുമായി 32.42% ഓഹരിയുണ്ടെന്ന് 2018 സിയാൽ സമ്മതിച്ചു. ഇന്ന് അതിന്റെ ഓഹരി മൂല്യം 125 കോടി രൂപ വരും. KIAAയിൽ നിന്ന് സിയാലിലേക്ക് സ്വത്തുവകകളെല്ലാം മാറ്റം ചെയ്തതിനു പിന്നിൽ പ്രവർത്തിച്ചത് സർക്കാരും അനുബന്ധ ഘടകങ്ങളുമാണെന്നും കോടതി പറഞ്ഞു. 1990കളിൽ സിയാൽ സാമ്പത്തികമായി ബുദ്ധിമുട്ടുകയും ധനകാര്യ സ്ഥാപനങ്ങൾ പിന്തുണയ്ക്കാൻ മടിക്കുകയും ചെയ്തപ്പോൾ കേരള സർക്കാരാണ് ഗ്യാരണ്ടി നിന്നതും 1995 ഹഡ്കോയുടെ 140 കോടി രൂപ വായ്പയുൾപ്പെടെ ലഭിച്ചതും വിമാനത്താവളത്തിനായുള്ള സ്ഥലമേറ്റെടുപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്തത് കേരള സർക്കാരാണെന്നും അന്നത്തെ മുഖ്യമന്ത്രിയും എറണാകുളം ജില്ലാ കലക്ടറും മറ്റു മുതിർന്ന ഉദ്യോഗസ്ഥരുമാണ് അതിനാവശ്യമായ കാര്യങ്ങൾ ചെയ്തത് എന്നും കോടതി ചൂണ്ടിക്കാട്ടി. ഇക്കാര്യങ്ങൾ എല്ലാം ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് സിയാൽ പബ്ലിക് അതോറിറ്റി അല്ലെന്ന വാദത്തെ കോടതി തള്ളിയതും RTI നിയമത്തിന് കീഴിൽ വരുമെന്നും വ്യക്തമാക്കിയതും. സിയാൽ റിട്ട് ഹർജിയും റിട്ട് അപ്പീലും നൽകിയത് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന്റെ അനുമതിയില്ലാതെയാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് കോടതി 1 ലക്ഷം രൂപ പിഴയെടുക്കാനും ഉത്തരവിട്ടത്. സിയാലിന്റെ ഓഹരി ഉടമകളിൽ നിന്ന് പ്രധാനപ്പെട്ട വിവരങ്ങൾ മറച്ചുവെക്കുന്നതിനാണിത്. കേസ് ഫയൽ ചെയ്യുന്നതിന് മുൻപ് ചെയർമാനാണ് മുഖ്യമന്ത്രിയോട് പോലും ആലോചിച്ചിട്ടില്ല. ഇത്തരം രീതികൾ അഭികാമ്യമല്ലെന്ന് വ്യക്തമാക്കിയ കോടതി ബോർഡംഗം കൂടിയായ ചീഫ് സെക്രട്ടറി ഉചിതമായ നടപടികൾ സ്വീകരിക്കാനും ഭാവിയിൽ ഇത്തരം കാര്യങ്ങൾ ആവർത്തിക്കാതിരിക്കാനുമുള്ള നടപടികൾ സ്വീകരിക്കാനും നിർദ്ദേശിച്ചു. എന്തു നടപടി സ്വീകരിച്ചു എന്ന് ചീഫ് സെക്രട്ടറി 15 ദിവസത്തിനകം കോടതിയെ അറിയിക്കുകയും വേണം. ഗാസയിൽ ഇസ്രായേൽ വെടിവയ്പുകളിൽ 79 പലസ്തീനിയർ മരിച്ചു. ഇതിൽ 52 പേർ ഭക്ഷണ കേന്ദ്രങ്ങളിലെ വെടിവയ്പുകളിലാണ് മരിച്ചത്. ഇതോടെ ഇതുവരെ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 61,020 ഉയർന്നു. 24 മണിക്കൂറിനിടെ ഒരു കുട്ടിയടക്കം 8 പേർ കൂടി പട്ടിണി മൂലം മരിച്ചു. അതിനിടെ ഗാസയിലേക്ക് ഭക്ഷണവസ്തുക്കളുടെ വിതരണ ചുമതല പ്രാദേശിക കച്ചവടക്കാരെ ഏൽപ്പിക്കാൻ ഇസ്രായേൽ തീരുമാനിച്ചു. കുഞ്ഞുങ്ങൾക്കുള്ള ഭക്ഷണം, പഴം, പച്ചക്കറി തുടങ്ങിയവയുടെ വിതരണമാണ് കൈമാറുക. UN ഏജൻസികളെ ഒഴിവാക്കാനാണ് ഈ നീക്കം. ഗാസ യുദ്ധം അവസാനിപ്പിക്കാൻ ആവശ്യപ്പെട്ട് മുൻ സേനാ ഇന്റലിജൻസ് മേധാവികൾ രംഗത്തെത്തി. തീവ്ര വലതുപക്ഷ കക്ഷികൾ രാജ്യത്തെ ബന്ധക്കിവാക്കിയിരിക്കുകയാണെന്നും അവർ കുറ്റപ്പെടുത്തി. യുദ്ധം നിർത്താൻ വേണ്ടുന്ന ഇടപെടൽ നടത്തണമെന്നാവശ്യപ്പെട്ട് ഇസ്രായേലിന്റെ 616 പേരധികം മുൻ സുരക്ഷാ ഉദ്യോഗസ്ഥർ കഴിഞ്ഞ ദിവസം US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് കത്തെഴുതിയിരുന്നു. എടവണ്ണ 2 ഓട്ടോറിക്ഷകളും ബൈക്കും കൂട്ടിയിടിച്ച് യുവാവ് മരിച്ചു. എടവണ്ണ കല്ലിട്ടുമ്പിലെ എഗരത്ത് ഹക്കീമിന്റെ മകൻ ഷുഹൈബ് എന്ന സദ്ദാമാണ് മരിച്ചത്. കാരക്കുന്ന് ആമയൂർ റോഡിൽ ഇന്നലെ രാത്രി 10 മണിയോടെയായിരുന്നു അപകടം. ഓട്ടോറിക്ഷയിലുണ്ടായിരുന്ന യാത്രയ്ക്കും പരിക്കേറ്റിട്ടുണ്ട്. ഷുഹൈബ് മഞ്ചേരി ഭാഗത്തു നിന്നും എടവണ്ണയിലേക്ക് മടങ്ങുമ്പോഴാണ് അപകടമുണ്ടായത്. ഉടൻ തന്നെ നാട്ടുകാർ മഞ്ചേരിയിലെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. റവന്യൂ വകുപ്പിലെ ഒറ്റത്തവണ ഗഠിന നികുതിക്കുള്ള അപേക്ഷകൾ തടസ്സപ്പെട്ടതിനെ തുടർന്ന് തദ്ദേശ സ്ഥാപനങ്ങളിൽ കെട്ടിട നമ്പർ നൽകുന്നത് തടസ്സപ്പെട്ടു. ആഴ്ചകളായി റവന്യൂ വകുപ്പിന്റെ പോർട്ടലിൽ ഈ അപേക്ഷ സ്വീകരിക്കുന്നില്ല. സാങ്കേതിക തകരാറാണെന്നാണ് ഉദ്യോഗസ്ഥർ പറയുന്നത്. ആസൂത്രിതമായി തടസ്സപ്പെടുത്തുന്നതാണെന്നും ആരോപണമുണ്ട്. റവന്യൂ വകുപ്പിന്റെ സാക്ഷിപത്രം ഹാജരാക്കാതെ വന്നതോടെ തദ്ദേശ സ്ഥാപനങ്ങൾ പുതിയ കെട്ടിടങ്ങൾക്ക് നമ്പർ നൽകുന്നില്ല. പുതിയ കെട്ടിടം നിർമ്മിച്ച ശേഷവും കൂട്ടിച്ചേർക്കലുകൾ നടത്തുമ്പോഴും നമ്പർ ലഭിക്കാനുള്ള അപേക്ഷയോടൊപ്പം ഒറ്റത്തവണ നികുതിയുടെ സാക്ഷിപത്രം നൽകണം. ഇത് ലഭിക്കാതെ അപേക്ഷ തദ്ദേശ സ്ഥാപനങ്ങൾ പരിഗണിക്കില്ല. ഓൺലൈനായി കെട്ടിട നമ്പർ അപേക്ഷ സമർപ്പിച്ചാലും ഉദ്യോഗസ്ഥർ പാസാക്കുകയുമില്ല. ഓഗസ്റ്റ് പകുതിയോടെ ചിങ്ങമാസം ആരംഭിക്കുകയാണ്. ചിങ്ങത്തിൽ പാലുകാച്ചൽ നടത്താനായി നിരവധി പേരാണ് അപേക്ഷ നൽകി കാത്തിരിക്കുന്നത്. തിരുവനന്തപുരം കോർപ്പറേഷനിൽ മാത്രം 250ഓളം കെട്ടിട നമ്പർ അപേക്ഷകൾ കെട്ടിക്കിടക്കുകയാണെന്ന് ഓൾ കേരള ബിൽഡിംഗ് ഡിസൈനേഴ്സ് ഓർഗനൈസേഷൻ പ്രസിഡന്റ് കവിയാർ ഹരികുമാർ പറയുന്നു. കെട്ടിട നിർമ്മാണ ചട്ടത്തിൽ നമ്പർ ലഭിക്കാൻ ഒറ്റത്തവണ നികുതിക്ക് അപേക്ഷ നൽകണമെന്ന് പറഞ്ഞിട്ടില്ല. സർക്കാർ ഉത്തരവ് പ്രകാരമാണ് ഈ നിബന്ധന കൂടി വന്നത്. ഓൺലൈൻ പ്രശ്നമുണ്ടെങ്കിൽ നേരിട്ട് വില്ലേജ് ഓഫീസുകളിലെത്തി പണമടയ്ക്കാമെന്നാണ് റവന്യൂ അധികൃതർ പറയുന്നത്. ബഹുഭൂരിപക്ഷം വില്ലേജ് ഓഫീസുകളിലും ഈ അപേക്ഷ സ്വീകരിക്കുന്നില്ലെന്നാണ് കെട്ടിട ഉടമകൾ പറയുന്നത്. കഴിഞ്ഞ വർഷം പുറത്തിറങ്ങി ഏറെ ശ്രദ്ധ പിടിച്ചുപറ്റിയ ചിത്രമാണ് സ്ഥാനാർത്ഥി ശ്രീകുട്ടൻ. ഫ്രണ്ട് ബെഞ്ചോ ബാക്ക് ബെഞ്ചോ ഇല്ലാതെ എല്ലാവരും മുൻനിരയിൽ എന്ന സങ്കല്പം അഥവാ അർദ്ധവൃത്താകൃതിയിൽ വിദ്യാർത്ഥികളെ ഇരുത്തി പഠിപ്പിക്കുന്ന പുതിയ രീതിയും ഈ ചിത്രത്തിലൂടെ വാർത്തകളിൽ ഇടം നേടിച്ചു. തമിഴ്നാട്ടിലെ ഒരു സ്കൂളിൽ ഈ രീതി പിന്തുടർന്നതും ഏറെ ചർച്ചയായിരുന്നു. ഇപ്പോഴിതാ സ്കൂളിലെ ക്ലാസ് മുറികളിൽ നിന്ന് പിൻബെഞ്ചുകാരെന്ന സങ്കല്പം ഒഴിവാക്കണമെന്ന് ആഗ്രഹിക്കുകയാണെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു. തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് അദ്ദേഹം ഇക്കാര്യം അറിയിച്ചത്. ഇത് വലിയ രീതിയിൽ ചർച്ചയായിരുന്നു. ഇതാണ് പോസ്റ്റിന്റെ പൂർണ്ണരൂപം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ സ്കൂൾ ക്ലാസ് മുറികളിൽ നിന്ന് പിൻബെഞ്ചുകാരെന്ന സങ്കല്പം ഒഴിവാക്കാൻ ആഗ്രഹിക്കുന്നു.
ഈ സങ്കല്പം ഒരു വിദ്യാർത്ഥിയുടെ ആത്മവിശ്വാസത്തെയും പഠനത്തെയും പ്രതികൂലമായി ബാധിക്കാൻ സാധ്യതയുണ്ട്. ഒരു കുട്ടിയും പഠനത്തിലോ ജീവിതത്തിലോ പിന്നോട്ടു പോകാൻ പാടില്ല. എല്ലാ കുട്ടികൾക്കും തുല്യ അവസരങ്ങൾ ഉറപ്പാക്കുകയാണ് നമ്മുടെ ലക്ഷ്യം. ഇതെങ്ങനെ പ്രാവർത്തികമാക്കാമെന്നതിനെക്കുറിച്ച് നമ്മൾ ആലോചിക്കുന്നു. പിൻബെഞ്ചുകാർ എന്ന ആശയം ഇല്ലാതാക്കാൻ പല രാജ്യങ്ങളും പല മാതൃകകളും പിന്തുടരുന്നുണ്ട്. നമ്മുടെ വിദ്യാഭ്യാസ രീതിക്ക് അനുയോജ്യമായ ഏറ്റവും മികച്ച മാതൃക കണ്ടെത്താൻ വിദഗ്ധരുടെ ഒരു സമിതിയെ നിയോഗിക്കാൻ തീരുമാനിച്ചു. ഈ സമിതിയുടെ നിർദ്ദേശങ്ങൾ പരിഗണിച്ച് നമുക്ക് മുന്നോട്ടു പോകാം. നമ്മുടെ കുട്ടികളുടെ മികച്ച ഭാവിക്കായി നിങ്ങളുടെ എല്ലാവിധ സുന്ദരതയും തേടുന്നു. അടുത്തിടെ കേരള സ്കൂൾ അവധിക്കാലം ഏപ്രിൽ മെയ് മാസങ്ങളിൽ നിന്നും മാറ്റി കനത്ത മഴയുള്ള ജൂൺ ജൂലൈ മാസങ്ങളിലേക്ക് മാറ്റുന്നതിനെക്കുറിച്ച് ഒരു പൊതുചർച്ചയ്ക്ക് തുടക്കം കുറിക്കുകയാണെന്ന് മന്ത്രി അറിയിച്ചിരുന്നു. തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ശിവൻകുട്ടി ഇക്കാര്യം അറിയിച്ചു. ഇത് വലിയ രീതിയിൽ ചർച്ചയായിരുന്നു. കോഴിക്കോട് ആറംഗ കുടുംബം യാത്ര ചെയ്യുകയായിരുന്ന വാഹനത്തിന് തീപിടിച്ച അപകടം. കോഴിക്കോട് ആറംഗ കുടുംബം യാത്ര ചെയ്യുകയായിരുന്ന വാഹനം ദേശീയപാതയിൽ വെച്ച് കത്തിയമർന്നു. ദേശീയപാത 66-ൽ രാമനാട്ടുകര കാക്കഞ്ചേരിയിൽ വെച്ചാണ് അപകടമുണ്ടായത്. ടാറ്റ എയ്സ് വാഹനമാണ് കത്തിനശിച്ചത്. ഫറോക്കിൽ നിന്ന് വേങ്ങരയിലേക്ക് യാത്ര തിരിച്ച കുടുംബമാണ് അപകടത്തിൽപ്പെട്ടത്. ഓടിക്കൊണ്ടിരിക്കെ വാഹനത്തിൽ നിന്നും കൂടുതൽ പുക ഉയരുന്നത് ശ്രദ്ധയിൽപ്പെട്ടതോടെ റോഡിന് സമീപത്തായി ഒതുക്കി നിർത്തി. വാഹനം ഓടിച്ചിരുന്ന ഫറോക്ക് ചുങ്കം സ്വദേശി കെ മുഹമ്മദും മറ്റുള്ളവരും പുറത്തിറങ്ങിയ ഉടനെ തീ ആളിപ്പടർന്നു. മീഞ്ചന്തയിൽ നിന്നും അഗ്നിരക്ഷാ ഉദ്യോഗസ്ഥരെത്തിയാണ് തീ അണച്ചത്. ദുരൂഹ സാഹചര്യത്തിൽ 4 സ്ത്രീകളെ കാണാതായ സംഭവത്തിൽ പ്രതിയെന്ന് സംശയിക്കുന്ന ചേർത്തല പള്ളിപ്പുറം സ്വദേശി സെബാസ്റ്റ്യന്റെ 68 വയസ്സുള്ള വീട്ടുവളപ്പിൽ നിന്ന് 20ഓളം അസ്ഥികൾ കണ്ടെടുത്തു. ഇവ കത്തിക്കരിഞ്ഞ നിലയിലാണുള്ളത്. സെബാസ്റ്റ്യനുമായുള്ള തെളിവെടുപ്പും ചോദ്യം ചെയ്യലും ഇന്നും തുടരും. ഒരു കൂസലും ഇല്ലാതെയാണ് സെബാസ്റ്റ്യൻ അന്വേഷണ സംഘത്തിന്റെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകാതെയിരിക്കുന്നത്. ചിരിയും മൗനവും മാത്രമാണ് ഉത്തരം. ചേർത്തല കടക്കരപ്പള്ളി സ്വദേശിനി ബിന്ദു പത്മനാഭൻ, വാരനാട് വെളിയിൽ ആയിഷ, കോട്ടയം അതിരമ്പുഴ സ്വദേശി ജൈനമ്മ, ചേർത്തല തെക്ക് വള്ളാക്കുന്നത്ത് വെളി സിന്ധു എന്നിവരുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട അറസ്റ്റിലായ പള്ളിപ്പുറം CM സെബാസ്റ്റ്യന്റെ വീട്ടിൽ തിങ്കളാഴ്ച നടന്ന തെളിവെടുപ്പിലാണ് ഇവ കണ്ടെടുത്തത്. മുറിക്കുള്ളിൽ രക്തക്കറയും ലേഡീസ് ബാഗും വസ്ത്രങ്ങളും ഒരു കൊന്തയും കണ്ടെത്തിയിട്ടുണ്ട്. 2.5 ഏക്കർ പുരയിടത്തിലെ വീടിന്റെ പിന്നിലെ കാട് വെട്ടിത്തെളിച്ച് കുഴിയെടുത്തപ്പോഴാണ് കഴിഞ്ഞ ദിവസം ശരീരാവശിഷ്ടങ്ങൾ ലഭിച്ച സ്ഥലത്തിന് സമീപത്ത് നിന്ന് വീണ്ടും മൃതദേഹാവശിഷ്ടങ്ങൾ ലഭിച്ചത്. കഴിഞ്ഞ ഡിസംബറിൽ കാണാതായ ജൈനമ്മയെക്കുറിച്ചുള്ള അന്വേഷണമാണ് സെബാസ്റ്റ്യനിലെത്തിച്ചത്. ഇവരുമായുള്ള ബന്ധം ഉണ്ടായിരുന്നതായി സമ്മതിച്ചതിനെ തുടർന്നാണ് കോട്ടയം ക്രൈംബ്രാഞ്ച് യൂണിറ്റ് ഇയാളെ കസ്റ്റഡിയിലെടുത്തത്. ജൈനമ്മ കൊല്ലപ്പെട്ടെന്ന സൂചന ലഭിച്ചതിനെ തുടർന്നാണ് അന്വേഷണം പള്ളിപ്പുറത്തേക്കെത്തിയത്. ജൈനമ്മയുടെ കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇയാൾ സമ്മതിച്ചിട്ടുള്ളത്. ഇതിനിടെ ചേർത്തല ഭാഗത്തു നിന്നും 2006-ന് ശേഷം കാണാതായ മറ്റു ചില സ്ത്രീകളുടെ തിരോധാനത്തിലും ഇയാൾക്ക് പങ്കുണ്ടോ എന്ന സംശയത്തിലാണ് അന്വേഷണം മുന്നോട്ടു പോകുന്നത്. ഭാര്യയുമായി ഏറ്റുമാനൂരിൽ താമസിക്കുന്നതിനിടെയാണ് ജൈനമ്മയുമായി സെബാസ്റ്റ്യൻ അടുപ്പത്തിലായത്. റാപ്പർ വേടൻ ബലമായി പൂട്ടിയിട്ട് ആക്രമിച്ചു. യുവതിയുടെ വെളിപ്പെടുത്തൽ. റാപ്പർ വേടനെതിരെ ഗുരുതര ആരോപണവുമായി മറ്റൊരു യുവതി കൂടി രംഗത്ത്. ബലമായി പൂട്ടിയിട്ടായിരുന്നു വേടന്റെ ക്രൂരത എന്ന് യുവതി മാധ്യമ സിൻഡിക്കേറ്റ് ചാനലിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞു. രക്ഷപ്പെടാൻ ശ്രമിച്ചപ്പോൾ ബലമായി മുറി പൂട്ടിയിട്ട് അതിക്രമം ചെയ്തെന്നും യുവതി കർമ്മ ന്യൂസിനോട് വെളിപ്പെടുത്തി. വേടൻ ഓരോ സ്ത്രീകളെയും വേട്ടയാടപ്പെടുകയാണ്. 4 വർഷം മുന്നേ 2020 ഡിസംബർ 20-നാണ് പീഡനം നടക്കുന്നത്. റിസർച്ചുമായി ബന്ധപ്പെട്ടാണ് വേടനെ പരിചയപ്പെടുന്നത്. വേടന്റെ സുഹൃത്തുക്കളും കൂടെയുണ്ടായിരുന്നു. റൂമിലെത്തിയപ്പോൾ കൂട്ടുകാരെ ഒഴിവാക്കി അദ്ദേഹം റൂമിന്റെ കതകടച്ചു. എനിക്കിത്തരം കാര്യങ്ങൾക്ക് താല്പര്യമില്ല എന്ന് അദ്ദേഹത്തോട് പറഞ്ഞെങ്കിലും എന്നെ ബലമായി ഉമ്മ വച്ചു. തങ്ങൾ രണ്ടുപേരും ദളിത് കമ്മിറ്റിയിൽ നിന്നുള്ള ആളായിരുന്നതിനാൽ ആദ്യം അദ്ദേഹത്തോട് ബഹുമാനം തോന്നുകയായിരുന്നു. അങ്ങനെയാണ് റിസർച്ചുമായി ബന്ധപ്പെട്ട് വേടനെ കാണാൻ തീരുമാനിക്കുന്നതെന്നും യുവതി പറയുന്നു. കോട്ടയം പാലായിൽ കാറും സ്കൂട്ടറുകളും കൂട്ടിയിടിച്ച് 2 മരണം. പാലാ പ്രവിത്താനം അല്ലപ്പാറ പാലക്കുഴയ്ക്കുന്നേൽ സുനിലിന്റെ ഭാര്യ ജോമോൾ 35, മേലുകാവ് നല്ലംകുഴിയിൽ ധന്യയുടെ ഭാര്യ ധന്യ 38 എന്നിവരാണ് മരിച്ചത്. പാല തൊടുപുഴ ഹൈവേയിൽ മുണ്ടാങ്കൽ പള്ളിക്ക് സമീപം രാവിലെ 9:30-യോടെയായിരുന്നു അപകടം. അമിതവേഗത്തിലെത്തിയ കാർ 2 സ്കൂട്ടറുകളിലിടിച്ച് മതിലിലിടിച്ചാണ് നിന്നത്. പാലയിലെ സ്വകാര്യ B.Ed കോളേജിലെ 4 വിദ്യാർത്ഥികളാണ് കാറിലുണ്ടായിരുന്നത്. B.Ed പരിശീലനത്തിനായി രാമപുരം ഭാഗത്തേക്ക് പോകുകയായിരുന്നു ഇവർ. സ്കൂട്ടർ യാത്രക്കാർ തൊടുപുഴ ഭാഗത്ത് നിന്ന് പാലായിലേക്ക് പോകുകയായിരുന്നു. അപകടത്തിൽ ജോമോളുടെ ഏകമകൾ അന്നമോൾക്ക് ഗുരുതരമായി പരിക്കേറ്റ് കുട്ടി പാലായിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. പാല സെന്റ് മേരീസ് സ്കൂളിൽ 6ാം ക്ലാസ് വിദ്യാർത്ഥിനിയായ അന്നമോളെ സ്കൂളിൽ വിടാൻ പോകുകയായിരുന്നു ജോമോൾ. ധന്യ പാലായിലെ സ്വകാര്യ ബാങ്കിൽ ജീവനക്കാരിയാണ്. ജോലിക്ക് പോകുമ്പോഴായിരുന്നു അപകടം. ധന്യയുടെ മക്കൾ ശ്രീനന്ദൻ, ശ്രീഹരി. കാറിന്റെ അമിതവേഗതയാണ് അപകടത്തിനിടയാക്കിയതെന്ന് പോലീസ് പറഞ്ഞു. യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് 2 ട്രെയിനുകൾ റദ്ദാക്കി. ഇവ വൈകി ഓടും.
പെരിയാറിനു കുറുകെയുള്ള റെയിൽവേ മേൽപ്പാലത്തിൽ അറ്റകുറ്റപ്പണി നടക്കുന്നതിനാലാണ് ട്രെയിൻ ഗതാഗതത്തിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയത്. കൊച്ചി പെരിയാറിനു കുറുകെയുള്ള റെയിൽവേ മേൽപ്പാലത്തിൽ അറ്റകുറ്റപ്പണി നടക്കുന്നതിനാൽ നാളെ ട്രെയിൻ ഗതാഗതത്തിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയതായി റെയിൽവേ. ബുധനാഴ്ച 2 ട്രെയിനുകൾ റദ്ദാക്കി. പാലക്കാട് എറണാകുളം മെമു 6609, എറണാകുളം പാലക്കാട് മെമു ട്രെയിനുകളാണ് റദ്ദാക്കിയത്. ഇൻഡോർ തിരുവനന്തപുരം നോർത്ത് എക്സ്പ്രസ് 1.5 മണിക്കൂറും സെക്കന്ദരാബാദ് തിരുവനന്തപുരം ശബരി എക്സ്പ്രസ് അരമണിക്കൂറും വൈകും. കണ്ണൂർ ആലപ്പുഴ എക്സിക്യൂട്ടീവ് ട്രെയിനും വൈകുമെന്ന് റെയിൽവേ അറിയിച്ചു. ശക്തമായ മഴയെ തുടർന്ന് കാസർഗോഡ്, തൃശൂർ, കണ്ണൂർ ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ ബുധനാഴ്ച അതത് കളക്ടർമാർ അവധി പ്രഖ്യാപിച്ചു. കാസർഗോഡ് ജില്ലയിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നാളെ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ജനസുരക്ഷയെ മുൻനിർത്തി ഓഗസ്റ്റ് 6 ബുധനാഴ്ച ജില്ലയിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചു. ജില്ലയിലെ സ്കൂളുകൾ, കോളേജുകൾ, പ്രൊഫഷണൽ കോളേജുകൾ, കേന്ദ്രീയ വിദ്യാലയങ്ങൾ, ട്യൂഷൻ സെന്ററുകൾ, മദ്രസകൾ, അങ്കണവാടികൾ, സ്പെഷ്യൽ ക്ലാസുകൾ എന്നിവയ്ക്ക് അവധി ബാധകമാണ്. മുൻപ് പ്രഖ്യാപിച്ച എല്ലാ പരീക്ഷകളും പ്രൊഫഷണൽ, സർവകലാശാല, മറ്റു വകുപ്പ് പരീക്ഷകൾ ഉൾപ്പെടെ നിശ്ചയിച്ച പ്രകാരം തന്നെ നടക്കുന്നതാണ്. പരീക്ഷാ സമയങ്ങളിൽ മാറ്റമില്ല. തൃശൂർ ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ ഓഗസ്റ്റ് 6 അവധിയാണ്. തൃശൂർ ജില്ലയിൽ ശക്തമായ മഴ തുടരുന്നതിനാൽ മുൻകരുതൽ നടപടിയുടെ ഭാഗമായി നാളെ ഓഗസ്റ്റ് 6 ജില്ലയിലെ എല്ലാ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി പ്രഖ്യാപിച്ചത്. CBSE, ICSE, കേന്ദ്രീയ വിദ്യാലയങ്ങൾ, അങ്കണവാടികൾ, മദ്രസകൾ, ട്യൂഷൻ സെന്ററുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി ബാധകമാണ്. മുൻപ് പ്രഖ്യാപിച്ച എല്ലാ പരീക്ഷകൾക്കും അഭിമുഖങ്ങൾക്കും മാറ്റമുണ്ടായിരിക്കുന്നതല്ല. കണ്ണൂർ ജില്ലയിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചതിനാൽ ജില്ലയിലെ സ്കൂളുകൾ, അങ്കണവാടികൾ, മതപഠന സ്ഥാപനങ്ങൾ, ട്യൂഷൻ സെന്ററുകൾ, സ്പെഷ്യൽ ക്ലാസുകൾ എന്നിവയ്ക്ക് ഓഗസ്റ്റ് 25 ബുധനാഴ്ച അവധി പ്രഖ്യാപിക്കുന്നതായി കളക്ടർ അറിയിച്ചു. ബാലുശ്ശേരി പൂനൂരിൽ യുവതി ഭർത്തൃവീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുകയാണ്. പൂനൂർ കരിങ്കാമിൽ താമസിക്കുന്ന ശ്രീജിത്തിന്റെ ഭാര്യ ജിസ്ന 24 മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കണ്ണൂർ കേളകം സ്വദേശിയാണ് യുവതി. 3 വർഷം മുൻപാണ് വിവാഹിതയായത്. 2 വയസ്സുള്ള കുട്ടിയുണ്ട്. ചൊവ്വാഴ്ച വൈകുന്നേരത്തോടെയാണ് വീട്ടുകാർ ജിസ്ന വീട്ടിനുള്ളിൽ തൂങ്ങിയതായി കണ്ടത്. ബാലുശ്ശേരി പോലീസ് പരിശോധന നടത്തി. CI TP ദിനേശിന്റെ നേതൃത്വത്തിൽ ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയുണ്ടായി. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വിമർശനം: അടുത്ത 24 മണിക്കൂറിനുള്ളിൽ ഇന്ത്യക്ക് മുകളിലുള്ള തീരുവ കാര്യമായ തോതിൽ വർദ്ധിപ്പിക്കുമെന്നും ട്രംപ് പറഞ്ഞു. ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് 25% തീരുവയും അതിനു മുകളിൽ പിഴയും ഈടാക്കാനുള്ള എക്സിക്യൂട്ടീവ് ഉത്തരവിൽ ഈ മാസം 1 ട്രംപ് ഒപ്പുവച്ചിരുന്നു. അതിന് പിന്നാലെയാണ് വീണ്ടും തീരുവ കൂട്ടുമെന്ന പ്രഖ്യാപനം. ഇന്ത്യയുമായി US കാര്യമായ വ്യാപാരം നടത്തുന്നില്ലെന്ന് ട്രംപ് പറഞ്ഞു. ഏറ്റവും തീരുവ ചുമത്തുന്ന രാജ്യമാണ് ഇന്ത്യ. അതുകൊണ്ടാണ് 25% തീരുവ ചുമത്തിയത്. റഷ്യയിൽ നിന്ന് അവർ ഇപ്പോഴും എണ്ണ വാങ്ങുന്നതുകൊണ്ട് തീരുവ കൂട്ടാൻ പോകുന്നുവെന്നും ട്രംപ് പറഞ്ഞു. റഷ്യയിൽ നിന്ന് എണ്ണ ഇറക്കുമതിയുടെ പേരിൽ USഉം യൂറോപ്യൻ യൂണിയനും ഇന്ത്യയെ ഉന്നമിക്കുന്നത് അനീതിയാണെന്ന് വിദേശകാര്യ മന്ത്രാലയം പ്രതികരിച്ചിരുന്നു. ഇന്ത്യക്കെതിരെ തീരുവ ഗണ്യമായി വർദ്ധിപ്പിക്കുമെന്ന് കഴിഞ്ഞ ദിവസവും ട്രംപ് ഭീഷണി മുഴക്കിയിരുന്നു. റഷ്യയിൽ നിന്ന് വൻതോതിൽ എണ്ണ വാങ്ങുന്ന ഇന്ത്യ ഇത് ഉയർന്ന ലാഭത്തിന് പൊതുവിപണിയിൽ വിൽക്കുന്നുവെന്നാരോപിച്ചാണ് പുതിയ തീരുവ ഭീഷണി ഉയർത്തിയത്. രാജ്യതാൽപര്യം സംരക്ഷിക്കാൻ നടപടികൾ സ്വീകരിക്കുമെന്നും വിദേശകാര്യ മന്ത്രാലയം പ്രതികരിച്ചു. കേന്ദ്ര ആഭ്യന്തരമന്ത്രിയായി ഏറ്റവും കൂടുതൽ കാലം സേവനമനുഷ്ഠിച്ച വ്യക്തിയായി BJP നേതാവ് അമിത് ഷാ. 2019 മെയ് 30 അമിത് ഷാ ആഭ്യന്തരമന്ത്രിയായത്. പദവിയിൽ അദ്ദേഹം 2256 ദിവസങ്ങൾ പൂർത്തിയാക്കി. ഇതോടെ BJP നേതാവ് അദ്വാനിയുടെയും കോൺഗ്രസ് നേതാവായിരുന്ന ഗോവിന്ദ് വല്ലഭ് പന്തിന്റെയും കാലാവധികളെ അമിത് ഷാ മറികടന്നു. BJP നേതാവായിരുന്ന ലാൽ കൃഷ്ണ അദ്വാനി 2256 ദിവസമാണ് ആഭ്യന്തരമന്ത്രിയുടെ പദവിയിലിരുന്നത്. 1998 മാർച്ച് 19 മുതൽ 2004 മെയ് 22 വരെ. ഗോവിന്ദ് വല്ലഭ് പന്ത് 1955 ജനുവരി 10 മുതൽ 1961 മാർച്ച് 7 വരെ ആകെ 6 വർഷവും 56 ദിവസവും സേവനമനുഷ്ഠിച്ചു. 2019 മെയ് 30 അമിത്ഷാ രാജ്യത്തിന്റെ ആഭ്യന്തരമന്ത്രിയായി ചുമതലയേറ്റവ്. 2024 ജൂൺ 9 വരെ ആ പദവിയിൽ തുടർന്നു. 2024 ജൂൺ 10 അദ്ദേഹം വീണ്ടും ആഭ്യന്തരമന്ത്രിയായി. രാജ്യത്തെ ആദ്യത്തെ സഹകരണ മന്ത്രി കൂടിയാണ് അമിത്ഷാ. ഗുജറാത്ത് ആഭ്യന്തരമന്ത്രിയായും BJP ദേശീയ അധ്യക്ഷനായും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. ആർട്ടിക്കിൾ 370 റദ്ദാക്കിയതും ജമ്മു കാശ്മീരിന്റെ പ്രത്യേക പദവി പിൻവലിച്ചതും അമിത്ഷായുടെ ഭരണകാലത്താണ്. ജമ്മുവിലെ പുഞ്ചിൽ പാകിസ്ഥാൻ സൈന്യം വെടിനിർത്തൽ കരാർ ലംഘിച്ചെന്ന വാർത്തകൾ നിഷേധിച്ച് ഇന്ത്യൻ സൈന്യം. വെടിനിർത്തൽ കരാറിന്റെ ലംഘനമുണ്ടായിട്ടില്ലെന്ന് സൈന്യം പറഞ്ഞു. 20 മിനിറ്റോളം പാകിസ്ഥാൻ വെടിവയ്പുണ്ടായിരുന്നു. ഇന്ത്യൻ സൈന്യം കനത്ത തിരിച്ചടി നൽകിയെന്നാണ് നാഷണൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. ഓപ്പറേഷൻ സിന്ദൂരിന്റെ സമയത്ത് പാകിസ്ഥാനിലെ ഭീകരമായ സൈനിക താവളങ്ങൾ സൈന്യം തകർത്തിരുന്നു. പിന്നീട് ഇരു രാജ്യങ്ങളും വെടിനിർത്തൽ പ്രഖ്യാപിച്ചിരുന്നു.
ഏപ്രിൽ 22 പഹൽഗാം ഭീകരാക്രമണത്തിന് മറുപടിയായിട്ടാണ് ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂരിന്റെ ഭാഗമായി പാകിസ്ഥാന് കനത്ത തിരിച്ചടി നൽകിയത്. ജമ്മു കാശ്മീരിലെ പഹൽഗാമിൽ വിനോദസഞ്ചാരികൾക്ക് നേരെ ഭീകരർ നടത്തിയ വെടിവയ്പിൽ മലയാളി ഉൾപ്പെടെ 27 പേർ കൊല്ലപ്പെട്ടിരുന്നു. കൊച്ചി ഇടപ്പള്ളി മങ്ങാട്ട റോഡിൽ എൻ രാമചന്ദ്രനാണ് കൊല്ലപ്പെട്ട മലയാളി. കർണാടക, തമിഴ്നാട്, മഹാരാഷ്ട്ര, ഒഡീഷ തുടങ്ങി വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും UAE, നേപ്പാൾ സ്വദേശികളും കൊല്ലപ്പെട്ടു. 20 പേർക്ക് പരിക്കേറ്റു. പഹൽഗാമിലെ ബൈസാരൻ താഴ്വരയിലാണ് രാജ്യത്തെ നടുക്കി ആക്രമണമുണ്ടായത്. സൈനിക വേഷത്തിലെത്തിയ ഭീകരർ ഉച്ചയ്ക്ക് കഴിഞ്ഞ് 4 മണിക്ക് സഞ്ചാരികൾക്ക് നേരെ വെടിയുതിരുകയായിരുന്നു. ഉത്തരാഖണ്ഡിലെ ധരാലിയിലുണ്ടായ മേഘവിസ്ഫോടനത്തിൽ ഇതുവരെ മരിച്ചത് 4 പേരാണ്. നിരവധി പേരെ കാണാതായി. സൈന്യവും ദേശീയ ദുരന്ത നിവാരണ സേനയും തിരച്ചിൽ തുടരുകയാണ്. പ്രദേശത്ത് മേഘവിസ്ഫോടനങ്ങൾ നേരത്തെയും ഉണ്ടായിട്ടുണ്ട്. മണിക്കൂറിൽ 10 സെന്റിമീറ്റർ അഥവാ 100 മില്ലിമീറ്റർ മഴ പെയ്യുന്നതിനെയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മേഘവിസ്ഫോടനമെന്ന് പറയുന്നത്. ഹരിദ്വാറിൽ ചൊവ്വാഴ്ച രാവിലെ 8:30 വരെ പെയ്തു നിന്നും 304 മില്ലിമീറ്റർ മഴയാണ്. മഴ മേഘവിസ്ഫോടനം ഉണ്ടാകുന്നത് വളരെ നേരത്തെ തിരിച്ചറിയാൻ ബുദ്ധിമുട്ടാണ്. 3-4 മണിക്കൂർ മുൻപ് മാത്രമേ റഡാർ സാറ്റലൈറ്റ് ചിത്രങ്ങളിലൂടെ ഇവ അറിയാൻ സാധിക്കുകയുള്ളൂ. കുറഞ്ഞ സമയത്തിനകം ഒരു പ്രദേശത്തുണ്ടാകുന്ന അതിശക്തമായ മഴയാണ് മേഘവിസ്ഫോടനം. മേഘവിസ്ഫോടനം ഉണ്ടാകുന്ന സ്ഥലത്ത് നിമിഷങ്ങൾ കൊണ്ട് വെള്ളപ്പൊക്കവും ഉരുൾപൊട്ടലുകളും മണ്ണിടിച്ചിലും ഉണ്ടാകും. ഇടിയും മിന്നലും ഉണ്ടാകും. മേഖല പ്രളയത്തിലാകും. മണിക്കൂറിൽ 100 മില്ലിമീറ്ററിൽ കൂടുതൽ മഴ ലഭിച്ചാൽ അതിനെ മേഘവിസ്ഫോടനമെന്ന് പറയാം. മേഘങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും വലിപ്പമേറിയ ക്യുമുലോ നിംബസ് മഴമേഘങ്ങളാണ് മേഘവിസ്ഫോടനം ഉണ്ടാക്കുന്നത്. അത്തരം മേഘങ്ങൾക്ക് ചില പ്രത്യേകതകൾ ഉണ്ടായിരിക്കും. ഈർപ്പം നിറഞ്ഞ വായുപ്രവാഹം ഭൂമി ഉപരിതലത്തിൽ നിന്ന് അന്തരീക്ഷത്തിന്റെ മുകൾ തട്ടിലേക്ക് ഉയർന്ന് ഘനീഭവിക്കുമ്പോഴാണ് മേഘങ്ങൾ രൂപം കൊള്ളുന്നത്. എന്നാൽ ക്യുമുലോ നിംബസ് മേഘങ്ങൾ അന്തരീക്ഷത്തിന്റെ താഴെ തട്ടിൽ രൂപം കൊണ്ട് 15 കിലോമീറ്റർ ഉയരം വരെ എത്താം. തുലാമഴയുടെ സമയത്തും കാലവർഷത്തും കാറ്റോടുകൂടി മഴയുണ്ടാകുമ്പോഴും ഇത്തരം മേഘങ്ങൾ ഉണ്ടാകും. ഇത്തരത്തിലുണ്ടാകുന്ന കുറ്റൻ ക്യുമുലോ നിംബസ് മേഘങ്ങളാണ് മേഘവിസ്ഫോടനം ഉണ്ടാക്കുന്നത്. ഇത്തരം മേഘത്തിനുള്ളിൽ ശക്തിയേറിയ വായുപ്രവാഹം വലിയ ചാംക്രമണ രീതിയിൽ രൂപം കൊള്ളുന്നു. ഇത് മേഘത്തിന്റെ നടുഭാഗത്തുകൂടെ മുകളിലേക്ക് ഉയരുന്നു. ഈ മേഘങ്ങളുടെ താഴെ തട്ടിൽ ജലകണങ്ങളും മുകളറ്റത്ത് ഐസ് ക്രിസ്റ്റലുകളും ഉണ്ടാകുന്നു. അന്തരീക്ഷത്തിന്റെ മുകൾ തട്ടിലേക്ക് വേഗത്തിലെത്തുന്ന ക്യുമുലോ നിംബസ് മേഘങ്ങൾ ഇവ രൂപം കൊള്ളുന്ന സ്ഥലത്തെ പ്രത്യേകതകൾ കാരണം പതിവിലും ഉയർന്ന അളവിൽ അന്തരീക്ഷ ഈർപ്പം വഹിച്ചേക്കാം. പുരപ്പുറ സൗരോർജ്ജ പദ്ധതി സംസ്ഥാനത്തെ എല്ലാ ഉപഭോക്താക്കൾക്കും വലിയ തിരിച്ചടി ഉണ്ടാക്കുമെന്ന സൂചന നൽകി വൈദ്യുത ബോർഡ്. സൗരോർജ്ജ സംഭരിക്കാൻ ഈ വർഷം ചെലവ് 500 കോടി കവിഞ്ഞെന്നും മുഴുവൻ വൈദ്യുതി ഉപഭോക്താക്കൾക്കും യൂണിറ്റിന് 19 പൈസ അധികം ഈടാക്കേണ്ടി വരുമെന്നാണ് KSEB ബോർഡ് യോഗം വിലയിരുത്തിയത്. പകൽ ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി രാത്രി ഉപയോഗത്തിനായി ബാറ്ററിയിൽ സംഭരിച്ചു വയ്ക്കുന്ന സൗരോർജ്ജ ബാങ്കിങ്ങിനായി 2024-25 വർഷം വൈദ്യുതി ബോർഡിന് ഇതുവരെ ചെലവിടേണ്ടി വന്നത് 500 കോടിയിൽ കൂടുതലാണ്. ഇതുമൂലം യൂണിറ്റിന് 19 പൈസ വെച്ച് സോളാർ പാനൽ സ്ഥാപിച്ചവരും അല്ലാത്തവരുമായ എല്ലാ ഗാർഹിക ഉപഭോക്താക്കൾക്കും 19 പൈസ സർചാർജായി ഈടാക്കുന്നതെന്നാണ് KSEB ബോർഡ് വ്യക്തമാക്കിയിട്ടുള്ളത്. 2034 ആകുമ്പോഴേക്കും അത് 34 പൈസയായും ഉയരുമെന്നും KSEB വിലയിരുത്തുന്നു. ഫലത്തിൽ സബ്സിഡി ഉൾപ്പെടെ ലക്ഷ്യമിട്ട പുരപ്പുറ സൗരോർജ്ജ പദ്ധതി നടപ്പിലാക്കിയവർക്കുൾപ്പെടെ വൻ തിരിച്ചടിയാകുന്ന നീക്കമാണ് KSEBിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. സംസ്ഥാന വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷന്റെ കരട് നിർദ്ദേശത്തിൽ സോളാർ വൈദ്യുതി ഉൽപ്പാദകർക്കുള്ള വില കുറച്ചൽ വലിയ ആശങ്ക ഉയർത്തുന്നതിനിടെയാണ് KSEBിയുടെ പുതിയ നീക്കം. സംസ്ഥാനങ്ങളിൽ ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതിയുടെയും പുറത്തുനിന്ന് വാങ്ങുന്നതിന്റെയും ശരാശരി വില കണക്കാക്കി അതേ തുക പുനരുപയോഗ സ്രോതസ് വൈദ്യുതി ഉൽപ്പാദകർക്ക് അഥവാ പ്രൊസ്യൂമേഴ്സിന് നൽകണമെന്നാണ് കേന്ദ്ര വൈദ്യുതി നിയമം. കേരളത്തിൽ വൈദ്യുതിയുടെ കഴിഞ്ഞ വർഷത്തെ ശരാശരി വാങ്ങൽ വില 4.36 രൂപയെന്നാണ് നിശ്ചയിച്ചിട്ടുള്ളത്. ഈ തുക സോളാർ വൈദ്യുതിക്കും നൽകേണ്ടതാണ്. എങ്കിലും 3.26 രൂപ മതിയെന്നാണ് നിർദ്ദേശം. മറ്റു സംസ്ഥാനങ്ങളിലൊന്നും ഈ രീതി സ്വീകരിച്ചിട്ടില്ല. കരട് സംബന്ധിച്ച വലിയ പ്രതിഷേധമാണ് ഉപഭോക്താക്കളിൽ നിന്ന് ഉയരുന്നത്. കടുത്ത വൈദ്യുതി പ്രതിസന്ധി നേരിടുന്ന സംസ്ഥാനത്ത് ആവശ്യമുള്ള വൈദ്യുതിയുടെ 70% വൻവില കൊടുത്ത് പുറത്തുനിന്ന് വാങ്ങുകയാണ്. കേരളം മനസ്സുവെച്ചാൽ വലിയ അളവിൽ വൈദ്യുതി സൗരോർജ്ജത്തിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കാൻ കഴിയും. അതുകൊണ്ട് തന്നെ ഊർജ്ജ സ്വയം പര്യാപ്തതയുള്ള ശ്രമങ്ങളെ സർക്കാർ പരമാവധി പ്രോത്സാഹിപ്പിക്കണം. എന്നാൽ സോളാർ വൈദ്യുതി ഉൽപ്പാദകരോടുള്ള അധികാരികളുടെ സമീപനം ശത്രുതാ മനോഭാവമാണെന്ന ആക്ഷേപമാണ് ഉയരുന്നത്. വിദ്യുത് ബിൽ കുറയ്ക്കാൻ ലക്ഷ്യമിട്ട് വൻതുക മുടക്കി സോളാർ പാനലുകൾ സ്ഥാപിച്ചവർ സോളാർ ഷോക്ക് ഏൽക്കേണ്ടി വരുമോ എന്ന ഭീതിയിലാണിപ്പോൾ. പുനരുപയോഗ ഊർജ്ജമെന്ന ആശയത്തെ തകർക്കാനാണ് ഈ നീക്കമെന്ന് ഉൽപ്പാദക കൂട്ടായ്മകൾ ആരോപിക്കുന്നു. ഇതടക്കമുള്ള കമ്മീഷന്റെ നിർദ്ദേശങ്ങൾ അതേപടി അംഗീകരിച്ചാൽ സോളാർ ഉൽപ്പാദകർക്ക് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്ന ആനുകൂല്യങ്ങൾ കുറയുമെന്നാണ് ആശങ്ക. സംസ്ഥാനത്ത് ആദ്യമായി നെറ്റ് ബില്ലിംഗ്, ഗ്രോസ് മീറ്ററിംഗ് എന്നിവ ബാധകമാക്കുന്ന പുനരുപയോഗ ഊർജ്ജ റെഗുലേഷന്റെ കരടാണ് കമ്മീഷൻ പുറത്തിറക്കിയത്. പുതിയ കരടിലെ നിർദ്ദേശങ്ങൾ പ്രായോഗികമായതും കേരളത്തിന്റെ വൈദ്യുതി മേഖലയെ ബാധിക്കുന്നതുമാണെന്ന് ഉപഭോക്താക്കൾ പറയുന്നു.